ജീവന്റെ ഗുണം ശരീരത്തിൽ മുഴുവനും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹബീബായ റസൂൽ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലായിടത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ, ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ, ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നതാണെങ്കിൽ, കിഡ്നി ഫെയിലിയർ ആവുന്നതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന, കരൾ ചീയൽ രോഗം, ഹെപ്പറ്റൈറ്റിസ് രോഗം വരാതെ നിങ്ങളുടെ കരളിനെ കാത്തു സൂക്ഷിക്കുന്ന പ്രാർത്ഥന ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. പക്ഷെ അത് നിർവഹിക്കേണ്ട സമയം ഫജ്റുസ് സ്വാദിഖിന്റെ നേരത്താണ്. അവിടെയാ പ്രശ്നം. നമുക്കതുകൊണ്ടാണ് പലതും മിസ്സാവുന്നത്. അത് നിർവഹിക്കേണ്ട സമയം ഫജ്റുസ് സ്വാദിഖിന്റെ സമയത്താണ്. രണ്ടു കാര്യങ്ങളാണ് ആ ദുആയിലുള്ളത്. ഒന്ന് നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ്, പക്ഷെ ചെയ്യാറില്ല. നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ്, നമുക്കതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് നമ്മളത് ചെയ്യാറില്ല. ഏതാണത്? ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചെല്ലുന്ന ദുആ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി എന്ന പദമാണ് ജീവഗുണത്തെ ശരീരം മുഴുവനും എത്തിക്കുന്ന പദം. ബാക്കി നിങ്ങൾ തീരുമാനിക്കണം. അഹ്യാനി വൈറ്റൽ ഫോഴ്സ്, ജീവശക്തി. നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളി. മഹാമാരക രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ്. അപ്പൊ റൂഹ് ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു. റൂഹിൽ നിന്നും അല്ലാഹു ജീവൻ ഹയാത്ത് ഉണ്ടാക്കി. റൂഹ് ഹയാത്ത്. അപ്പൊ ഹയാത്തിന്റെ ശക്തിയാണ് ശരീരത്തിന്റെ ഖുവ്വത്ത്, ശക്തി. അപ്പൊ പ്രതിരോധ ശക്തി. നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാറുണ്ട്. ഇമ്മ്യൂൺ പവർ, പ്രതിരോധ ശക്തി, രോഗപ്രതിരോധ ശക്തി. ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയെ അങ്ങേയറ്റം ജ്വലിപ്പിച്ചു നിർത്തുന്ന പ്രാർത്ഥന, അങ്ങേയറ്റം ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് സുബ്ഹിൽ ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർവഹിക്കേണ്ടത്. എത്ര മനോഹരമാണ് ഈ മതം! എത്ര നല്ല ഗുരുവാണ് നമ്മുടെ ഗുരു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ്? സുന്നത്തായ ജീവിതത്തെ മാറ്റി നിർത്തലാണ് ജീവിതശൈലി രോഗത്തിന്റെ കാരണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടായാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ നിലനിന്നാൽ അയാൾക്ക് ജീവിതശൈലി രോഗം വരില്ല. അപ്പൊ ജീവിതശൈലി രോഗത്തിന്റെ കാരണം സുന്നത്തുകൾ കുറഞ്ഞു പോവലാണ്, സുന്നത്തുകൾ ഇല്ലാണ്ടാവലാണ്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദുആ ആണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. നിർജീവമായി പോവാൻ സാധ്യതയുള്ള കോശവ്യൂഹങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന. മൃത്യു വരിക്കാൻ സാധ്യതയുള്ള കോശങ്ങളെ, നശിച്ചു പോവാൻ സാധ്യതയുള്ള കോശങ്ങളെ, ശരീരകലകളെ, പേശികളെ, അസ്ഥികളെ, മജ്ജകളെ, മാംസങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ കെൽപ്പുള്ള ദുആ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി. ഈ പ്രാർത്ഥനയുടെ ഗൗരവമെങ്ങാൻ നിങ്ങൾ അറിഞ്ഞാൽ, ഈ പ്രാർത്ഥനയുടെ ഗൗരവമെങ്ങാൻ നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ മഹല്ലിൽ, ഈ ഒരുമിച്ച് കൂടിയവരിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഉറപ്പാണ്, രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. നിങ്ങൾ മോർണിംഗ് വാക്കിന് പോകുന്നു, നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു, നടത്തം നല്ല ചികിത്സയാണെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നടത്തം മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ളതാണെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പക്ഷേ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ ചെല്ലാണ്ട് എണീച്ചതാണെങ്കിൽ അന്നത്തതെല്ലാം പാഴായി. നിയ്യത്ത് ചെയ്യാണ്ട് നോക്കിയ നോമ്പ് പോലെ, നിയ്യത്ത് ചെയ്യാണ്ട് വെച്ച നിസ്കാരം പോലെയാണ് അയാളുടെ നടത്തവും ഇരുത്തും എല്ലാം. മുഅ്മിനായി തന്നെ ജീവിക്കണം.
മുഅ്മിനിന് മുഅ്മിനിന്റെ ഗുണമുണ്ടാവണം, മുഅ്മിനിന് മുഅ്മിനിന്റെ ഗുണങ്ങളുണ്ടാവണം. മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. തിബ്ബുൽ മാഷി, തിബ്ബുൽ മാഷി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം. ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാൾ ഭക്ഷണം ശ്രദ്ധിച്ച്, ഉറക്കം ശ്രദ്ധിച്ച്, കുറച്ച് കാര്യങ്ങൾ, മറ്റു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ രോഗത്തിന് അത് വലിയ ശിഫയാകും. കുന്ന് കയറലാണ് നല്ലത്. പ്രമേഹ രോഗികൾ കുന്ന് എന്താണ് പറയാ, ജബൽ ഹിൽ, ഗുഡ്ഡെ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്ക്കറ്റാ. ഗുഡ്ഡെ എന്തായാലും നിങ്ങളുടെ നാട്ടിലൊന്നും ഒരു ഭാഷ പഠിച്ചല്ലോ, മാഷാ അല്ലാഹ്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മനസ്സിലായില്ലേ? ഗുഡ്ഡെ അല്ലേ? അല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണം. എന്നെങ്കിലും ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കണ്ടേ. ഗുഡ്ഡെ, മലകയറ്റം, മനസ്സിലായല്ലോ? മല കയറുക, കുന്ന് കയറുക, മല കയറുക. അപ്പോ കുന്ന് കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണ കുന്നുകയറ്റം. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും ഇപ്പോൾ പറയാൻ സമയമില്ല. ഞാനിനി ഒരു 5 മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ, കാരണം നമ്മളെ സമയമായി. അമ്പിയാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മല കയറ്റിയിരുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാരം ചുമക്കുന്നതിൻ്റെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മക്കയിലുള്ള ഏറ്റവും വലിയ മല കയറ്റിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ശുഐബ് നബി അലൈഹിസ്സലാം മദിയൻ കുന്നിൻ മുകളിൽ താമസമാക്കി. അമ്പിയാക്കളുടെ ഒരു ശീലമാണ് കുന്ന് കയറൽ, മല കയറൽ. സയ്യിദുനാ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നുബുവ്വത്തിന്റെ അനുഗ്രഹീതമായ പട്ടം നേടുന്നതിന് മുന്നേ തന്നെ, വിശുദ്ധ ഖുർആനിന്റെ അനുഗ്രഹീതമായ വചനങ്ങൾ കേൾക്കുന്നതിന് മുന്നേ തന്നെ മക്കത്തുൽ മുക്കറമയിലെ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു എന്ന് മക്കയുടെ ചരിത്രം പറയുന്ന കിതാബുകളിൽ കാണാം. മലന്റെ മുകളിൽ കയറിയിരുന്നു എന്നതിനേക്കാൾ ആ ജബലുന്നൂർ എന്ന് ഇന്ന് പേരുള്ള പർവ്വതത്തിൽ കയറി കഅബയുടെ ഭാഗത്തേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ ശീലമാക്കണം. അത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ്. പക്ഷെ ചെയ്തു തുടങ്ങിയാൽ എല്ലാ ദിവസവും അത് ശീലമാക്കണം. ചെയ്യുന്ന എത്ര ചെറിയ അമലും ദായിമയായി ചെയ്യണം, പതിവാക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ.